കാണുന്ന ഒരുപാട് കേസുകളിൽ കൊലയാളികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം അത് ബാഡ് പാരന്റിംഗ് ആണ്. ഇത് നമ്മൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കേസിൽ ഈ പാരന്റിംഗ് ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരും. എല്ലാ മാതാപിതാക്കളും തീർച്ചയായും കാണേണ്ട ഒരു കേസാണ്. 1995 ജനുവരി മാസം 13 ടെന്നസി, അമേരിക്ക. സമയം രാവിലെ ഏകദേശം 8 മണി. ഒരാൾ പാർക്കിൽ നടക്കാനായി പോയി. അയാൾ വഴിയിൽ ദൂരെ വളരെ വിചിത്രമായ ഒരു ദൃശ്യം കണ്ടു. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ആക്രമിക്കുന്നത് പോലെയായിരുന്നു അയാൾക്ക് തോന്നിയത്. എന്തോ ഒരു ആശയക്കുഴപ്പത്തിൽ അയാൾ അടുത്തേക്ക് പോയി നോക്കി. അങ്ങനെ നോക്കി അടുത്ത സെക്കൻഡ് തന്നെ അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങി. കാരണം അയാൾ കരുതിയതുപോലെ അതൊരു മൃഗമല്ല, ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു. ആ മൃതദേഹത്തിന്റെ തല തകർന്ന് ചതഞ്ഞ അവസ്ഥയിലായിരുന്നു. ശരീരത്തിലുടനീളം 300-ലധികം കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു. ഭയന്നുപോയി അയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പിന്നീട് സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാരും തങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇതൊരു സെൻസേഷണൽ വാർത്തയായി മാറി. 28 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടെന്നസിയിലെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. ഇപ്പോൾ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം ജാക്കോബ്സ് എന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ആയിരുന്നു. ഈ സർവകലാശാലയിൽ ദാരിദ്ര്യമോ മറ്റെന്തെങ്കിലും കാരണമോ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം തുടരാൻ കഴിയാത്ത കുട്ടികളായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന 19 വയസ്സുള്ള കോളിൻ സ്ലിമർ എന്ന പെൺകുട്ടിയായിരുന്നു ഈ കൊല്ലപ്പെട്ടത്. അവിടെ ചെന്ന പോലീസുകാരും അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ അവളുടെ ശരീരത്തിൽ 300-ലധികം മുറിവുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിലും പറഞ്ഞു. കൂടാതെ മരണകാരണമായി പറയുന്നത് ഈ പെൺകുട്ടി ഏകദേശം 1.5 മണിക്കൂറോളം ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ആക്രമിക്കപ്പെട്ട ആ 1.5 മണിക്കൂറും അവൾക്ക് ജീവനുണ്ടായിരുന്നു. അവളുടെ തലച്ചോറിൽ നിന്നും ചെറിയ ചെറിയ കല്ലുകൾ കണ്ടെത്തി. അതായത് കൊലയാളി ഒരു വലിയ പാറക്കല്ലെടുത്ത് അവളുടെ തലയിൽ എറിഞ്ഞു. അതായിരുന്നു മരണകാരണം. അതിൽ അവളുടെ തലയോട്ടി പൂർണ്ണമായും ചതഞ്ഞു. കൂടാതെ ആ തലയോട്ടിയുടെ ചില ഭാഗങ്ങൾ കാണാനില്ല എന്ന് മനസ്സിലായി. ഇതിനെല്ലാം അപ്പുറം ഇതുപോലെ ഒരു ചിഹ്നം വരഞ്ഞിരുന്നു. ഇത് കണ്ടപ്പോൾ പോലീസിന് ഒരു ബ്ലാക്ക് മാജിക് ഗ്രൂപ്പ് ആയിരിക്കുമോ ഇത് ചെയ്തതെന്ന് സംശയം തോന്നി. ഇപ്പൊ പോലീസ് ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയും സ്റ്റാഫിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സ്റ്റാഫുകളിൽ ഒരാൾ വന്ന് പോലീസിന്റെ പക്കൽ ഒരു കോട്ട് നൽകി. പോലീസും ആ കോട്ട് പരിശോധിച്ചപ്പോൾ കോളിന്റെ തലയൊട്ടിയിൽ നിന്നും കാണാതായ ചില കഷ്ണങ്ങൾ ആ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും പോലീസ് കണ്ടെത്തി. ഇത് കണ്ട് പോലീസ് തന്നെ ഞെട്ടി. ഇപ്പോൾ ആ കോട്ട് ആരുടേതാണ് എന്ന അന്വേഷണം പോയി. അത് അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 18 വയസ്സുകാരി ക്രിസ്റ്റ ഗേൽ പൈക്കിന്റേതാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ പോലീസ് ഈ പൈക്കിനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അവളെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ ശ്രദ്ധിച്ചൊരു കാര്യം, കോളിന്റെ നെഞ്ചിൽ വരച്ചിരുന്ന ചിഹ്നത്തിന് സമാനമായ ഒരു ഡോളർ ഈ പൈക്ക് കഴുത്തിലിട്ടിരിക്കുന്നത് കണ്ടു. പോലീസിന്റെ അന്വേഷണത്തിൽ കുറച്ചു സമയം മിണ്ടാതിരുന്ന പൈക്ക് അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളത് സമ്മതിക്കാൻ തുടങ്ങി. അവൾ സമ്മതിച്ച ആ കാര്യങ്ങൾ അത്യന്തം ക്രൂരവും വേദനിപ്പിക്കുന്നതുമായിരുന്നു. അങ്ങനെ അവളുടെ കുറ്റസമ്മതം സാധാരണക്കാരെ മാത്രമല്ല, അത് കേട്ടുകൊണ്ടിരുന്ന പോലീസുകാർക്ക് പോലും ഒരു നിമിഷം ഇവൾ പെണ്ണാണോ അതോ മൃഗമാണോ എന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ മുഴുവൻ ടെന്നസി സ്റ്റേറ്റിലെ ജനങ്ങളെയും പോലീസിനെയും ഞെട്ടിപ്പിച്ച പൈക്കിന്റെ കുറ്റസമ്മതം ഇതായിരുന്നു. ക്രിസ്റ്റ പൈക്ക് 1976 വെസ്റ്റ് വെർജീനിയയിൽ ജനിച്ചു. അവളുടെ അമ്മ മദ്യത്തിന് അടിമയായതിനാൽ പൈക്ക് ജനിച്ച 2 വർഷത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടി. പൈക്ക് മുത്തശ്ശിയോടൊപ്പം വളരാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ മുത്തശ്ശിയും മരിച്ചു. ആ സമയത്ത് ഹൃദയം തകർന്നുപോയ പൈക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ പൈക്കിന്റെ അമ്മ അവളെ രക്ഷിച്ചു. ഇതിനുശേഷം പൈക്ക് അമ്മയുടെ കൂടെ താമസിക്കുമ്പോൾ അമ്മയുടെ കാമുകൻ തന്നെ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. നേരത്തെ മാനസികമായി തകർന്നിരുന്ന പൈക്ക് ഇത് കാരണം വീണ്ടും അസ്വസ്ഥയായി.
ഇതൊന്നും അവളെ കാര്യമായി ബാധിക്കില്ല എന്ന് കരുതി അവളുടെ അമ്മയും അവൾക്ക് ശരിയായ ചികിത്സ നൽകിയില്ല. ഇങ്ങനെ ചികിത്സയ്ക്ക് പോലും പണം മുടക്കാത്ത പൈക്കിന്റെ അമ്മ അവളുടെ വിദ്യാഭ്യാസത്തിന് പണം ചിലവാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനാൽ അവൾക്ക് പഠനം തുടരാൻ സാധിച്ചില്ല. ആ സമയത്ത് അവൾ പത്രം വഴിയാണ് ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിഞ്ഞത്. ഉടൻ തന്നെ അവൾ അവിടെ പോയി നഴ്സിംഗ് കോഴ്സിന് ചേരുന്നു. അവിടെ വെച്ച് 17 വയസ്സുള്ള ടാഡർ ഷിപ്പ് എന്ന ആൺകുട്ടി പരിചയപ്പെട്ടു. കുറച്ചു ദിവസത്തിൽ ഇരുവരും പ്രണയത്തിലായി. ഇങ്ങനെ ദിവസങ്ങളും കടന്നു പോകുന്നു. അപ്പോഴാണ് ക്രിസ്മസ് അവധി വന്നത്. അവധിയെല്ലാം കഴിഞ്ഞ് പൈക്ക് കോളേജിലേക്ക് വരുമ്പോൾ കണ്ടൊരു കാഴ്ച, പൈക്കിന്റെ കാമുകൻ നമ്മൾ ആമുഖത്തിൽ കണ്ടതുപോലെ ക്രൂരമായി കൊല്ലപ്പെട്ട ആ കോളിനുമായി ചേർന്ന് വളരെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. ഇപ്പോ അവർക്ക് അടുത്തുകൂടെ നടന്നുപോയ പൈക്കും ഷിപ്പിനോട്, നിങ്ങൾ രണ്ടുപേരും ഹോളിഡേ സമയത്ത് ഞാൻ അറിയാതെ ഡേറ്റിംഗ് നടത്തിയല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ ഷിപ്പ് പറഞ്ഞത് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ഇല്ല എന്ന്. അടുത്തു നിന്ന കോളിനും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ പൈക്ക് അത് വിശ്വസിച്ചില്ല. കോളിൻ അവളുടെ കാമുകനെ അവളിൽ നിന്നും അകറ്റുമെന്ന് പൈക്ക് ഭയപ്പെട്ടു. കുറച്ചു ദിവസത്തിന് ശേഷം, അതായത് ജനുവരി മാസം 12-ന് രാത്രി ഒരു 8 മണിക്ക് പൈക്കും ഷിപ്പും വന്ന് കോളിനോടൊരു കാര്യം പറഞ്ഞു. ക്യാമ്പസിന് പിന്നിലെ പാർക്കിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കൂടെ വന്നാൽ നിനക്കും തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ട കോളിനും വരാം എന്ന് സമ്മതിച്ചു. അങ്ങനെ പൈക്ക്, ഷിപ്പ്, അവളുടെ കൂടെ ഷാഡോള പീറ്റേഴ്സൺ എന്ന പെൺകുട്ടിയും കൂടെ ചേർന്നു. ഈ 4 പേരും കോളിനും കൂടെ ചേർന്ന് ആ പാർക്കിലേക്ക് പോകുന്നു. കുറച്ചു ദൂരം നടന്നു പോയതിനു ശേഷം ഈ ഷിപ്പും ഷാഡോളയും കുറച്ചു ദൂരം മുൻപ് തന്നെ നിന്നു. കാരണം ആ 2 പേർക്കും പൈക്ക് കോളിനെ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് നന്നായി തന്നെ അറിയാമായിരുന്നു. അതെ, ഷിപ്പ് സാത്താനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ടവനാണ്. അതിനാൽ അവൻ എപ്പോഴും സുഹൃത്തുക്കളോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവൻ സുഹൃത്തുക്കളോട് നരബലിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇത് കേട്ട് പൈക്ക് വന്നിട്ട്, എന്തുകൊണ്ട് കോളിനെ ഈ നരബലിക്ക് ഉപയോഗിച്ചു കൂടാ എന്ന് ചോദിച്ചു. ഇത് കേട്ട് ഷിപ്പും അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇതിൽ കോളിൻ അറിയാതെ അകപ്പെട്ടു എന്ന് പറയാം. അവരുടെ പദ്ധതി അനുസരിച്ച് ഇത് സംഭവിക്കുമ്പോൾ ആരും അവിടെ വരരുത് എന്നതിനു വേണ്ടി ഒരല്പ ദൂരം മാറി ഇവർ 2 പേരും നിന്നു. അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ കോളിൻ ഇതൊന്നും അറിയാതെ വളരെ സന്തോഷത്തോടു കൂടി നടന്നു പോവുകയായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ പെട്ടെന്ന് പൈക്ക് അവളുടെ തോളിൽ കൈവച്ച് നിൽക്കാൻ ആവശ്യപ്പെട്ടു. കോളിൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പൈക്ക് അവളോട്, എന്റെ കാമുകനെ എന്നിൽ നിന്നും നീ വേർപെടുത്താൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ച് കോളിന്റെ മുഖത്ത് തന്നെ അവൾ അടിക്കാൻ തുടങ്ങി. അതിൽ കോളിൻ സമനില തെറ്റി താഴെ വീഴുന്നു. പക്ഷെ അങ്ങനെ വീണ കോളിൻ എഴുന്നേറ്റ് മുട്ടുകുത്തി നിൽക്കുമ്പോൾ തന്നെ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ദേഷ്യത്തിന്റെ കൊടുമുടിയിലായിരുന്ന പൈക്ക് കോളിന്റെ അടുത്ത് ചെന്ന് അവളുടെ മുടിയിൽ പിടിച്ച് അവളുടെ മുഖം കാൽമുട്ടിൽ തൊടുന്നത് വരെ അവളെ അമർത്താൻ തുടങ്ങി. ഈ സമയം കോളിനും, എന്നെ വിടാമോ, എന്നെ വിട്ടയക്കാമോ എന്ന് പറഞ്ഞ് പൈക്കിനെ തള്ളിവിട്ടു. ആ സമയത്താണ് കൂടെ വന്നുകൊണ്ടിരുന്ന ഷിപ്പും ഷാഡോളയും അവിടെ ഇല്ല എന്നുള്ളത് കോളിന് മനസ്സിലായത്. അവിടം ചുറ്റും ഇരുട്ടാണ്. എന്ത് ചെയ്യണം, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയാതെ ആശയക്കുഴപ്പത്തിലായ കോളിൻ ഭയന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ അവൾ കരയുമ്പോൾ അവളുടെ മുഖത്തും വയറിലും തുടർച്ചയായി പൈക്ക് ചവിട്ടാൻ തുടങ്ങി, കുത്താൻ തുടങ്ങി. കോളിനും, നീ കരുതുന്നത് പോലെ ഒന്നും തന്നെ ഇല്ല, എന്നെ വിട്ടയക്കാമോ എന്ന് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ പൈക്ക് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവളുടെ കോട്ടിന്റെ പോക്കറ്റിൽ കൈവച്ച് ബോക്സ് കട്ടർ എടുത്തു. അവൾ അതാദ്യം കോളിന്റെ കഴുത്തിൽ വെട്ടാൻ തുടങ്ങി. എന്നിട്ടും അവൾ നിലവിളി നിർത്തിയില്ല. അതിനാൽ പൈക്ക് വീണ്ടും കോളിന്റെ കഴുത്ത് മുറിക്കാൻ തുടങ്ങി. ഇപ്പൊ കോളിൻ ശബ്ദമുണ്ടാക്കുന്നത് പതിയെ അവസാനിപ്പിച്ചു. ആ സമയം ആ സ്ഥലം മുഴുവനും ശാന്തമായി. ഈ സമയം 2 പേരും അല്പസമയം മിണ്ടാതിരുന്നു. എന്നിട്ട് പൈക്ക് തിരിഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി. കോളിൻ ആ അവസരം മുതലാക്കി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഇത് കണ്ട് പൈക്ക് അവളെ പിന്തുടരാൻ തുടങ്ങി. ആ സമയം അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത്, ആ ബോക്സ് കട്ടർ പോലുള്ള കത്തിയെടുത്ത് മുൻപിൽ ഓടിക്കൊണ്ടിരുന്ന കോളിന്റെ മുതുകിൽ തന്നെ കുത്താൻ തുടങ്ങി. കോളിൻ കുഴഞ്ഞ് താഴെ വീണപ്പോൾ അവളുടെ വയറ്റിൽ വീണ്ടും കുത്താൻ തുടങ്ങി. ഇപ്പൊ കോളിനും, എന്നെ വിടാമോ, ഞാൻ ഈ നഗരത്തിൽ നിന്ന് തന്നെ പോകാം, മാത്രമല്ല ഇവിടെ സംഭവിച്ചതൊന്നും ഞാൻ ആരോടും പറയില്ല എന്ന് അഭ്യർത്ഥിച്ച് യാചിച്ച് കരയാൻ തുടങ്ങി. പക്ഷെ പൈക്കും ഇത് വളരെ വൈകിപ്പോയെന്ന് പറഞ്ഞ് വല്ലാതെ ചിരിക്കാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് കോളിനെ ഉടൻ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് അവൾക്കുള്ളിൽ ഒരു ശബ്ദം കേട്ടതായി പിന്നീടുള്ള സമയം പൈക്ക് പോലീസിനോട് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ ആ ശബ്ദം കേട്ടതും കോളിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബോക്സ് കട്ടർ കത്തി ഉപയോഗിച്ച്
എവിടെയെല്ലാം കുത്താൻ സാധിക്കുമോ, എത്രത്തോളം ആഴത്തിൽ കുത്താൻ സാധിക്കുമോ അത്രത്തോളം അവളുടെ കഴുത്തിലും വയറിലും മുഖത്തിലും ശരീരത്തിലുടനീളം തുടർച്ചയായി കുത്തിക്കൊണ്ടിരുന്നു. ഇത് കാരണം കോളിന്റെ ശരീരത്തിൽ നിന്നും ധാരാളം രക്തം പുറത്തേക്ക് പോകാൻ തുടങ്ങി. എന്നിട്ട് പോലും പൈക്ക് കുത്തുന്നത് അവസാനിപ്പിച്ചില്ല, കോളിൻ അപേക്ഷിക്കുന്നതും അവസാനിപ്പിച്ചില്ല. എങ്കിലും കോളിൻ പല തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം പൈക്ക് അവളെ തടഞ്ഞു നിർത്തി താഴെ തള്ളിയിട്ട് വീണ്ടും കുത്താൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം 1 മണിക്കൂറോളം സംഭവിച്ചു. ഒരു ഘട്ടത്തിൽ ഇരുവരും തളർന്നു. ഇപ്പോൾ കോളിൻ അവളുടെ ദേഹമാസകലം രക്തമൊഴുകാൻ തുടങ്ങി. ആ അവസ്ഥയിലും അവൾ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഇത്രയും കുത്തേറ്റ ശേഷവും എങ്ങനെ ഇവളെ കൊണ്ട് ഓടാൻ സാധിക്കുന്നുവെന്ന് ചിന്തിച്ച പൈക്ക് ദേഷ്യത്തിൽ അവളുടെ പുറകെ ഓടാൻ തുടങ്ങി. ഇപ്പൊ താഴെ കിടന്നിരുന്ന ഒരു പാറക്കല്ലെടുത്ത് ഓടിക്കൊണ്ടിരുന്ന കോളിന്റെ തലയിൽ തന്നെ എറിഞ്ഞു. അതേസമയം ഷിപ്പും ഷെഡോളയും ആ സ്ഥലത്തേക്ക് വരുന്നു. ദൂരത്തിൽ കോളിൻ ഓടുന്നതും പൈക്ക് അവളെ പിന്തുടരുന്നതും കണ്ടു. ഉടനെ ഷിപ്പും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് കല്ലെടുത്ത് കോളിന്റെ തലയിൽ തന്നെ എറിയാൻ തുടങ്ങി. പിന്നീട് ഓടാനാകാതെ കോളിൻ താഴെ വീഴുന്നു. എന്നിട്ടും അവർക്ക് വഴങ്ങിയില്ല. എന്നെ വിട്ടയക്കാമോ എന്ന് അവൾ വീണ്ടും അപേക്ഷിച്ചു. ഈ സമയം പൈക്ക്, നീ സംസാരിക്കരുത്. ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാമോ? ഇങ്ങനെ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് ചുറ്റും നോക്കി. അടുത്തൊരു വലിയ പാറക്കല്ല് കിടപ്പുണ്ട്. അതിനെ എടുക്കാൻ പോലും സാധിക്കുന്നില്ല. എങ്കിലും പൈക്ക് അതിനെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടുവരികയും താഴെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ തളർന്ന് രക്തം വാർന്ന് കിടക്കുന്ന കോളിന്റെ തലയിൽ തന്നെ ഇട്ടു. ആ കല്ല് അത്ര ശക്തമായി ബലമായി താഴേക്ക് അവളുടെ തലയിൽ വന്ന് വീണതിൽ ആ പാറക്കല്ല് തന്നെ പൊട്ടിച്ചിതറിപ്പോയി. ആ സമയം കോളിന്റെ തലയും തകർന്ന് തലയോട്ടിയും തകർന്നു. അവളുടെ മസ്തിഷ്കമെല്ലാം പുറത്തേക്ക് വന്നു. സംഭവ സ്ഥലത്ത് തന്നെ കോളിൻ മരിച്ചു. ഇപ്പൊ കോളിന്റെ തലയോട്ടി ചതഞ്ഞരഞ്ഞല്ലോ. അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് പൈക്ക് അവളുടെ കോട്ടിലെ പോക്കറ്റിലിട്ടു. അവിടെ നിന്നും പൈക്കിന്റെ ബോയ്ഫ്രണ്ടായ ഷിപ്പ് പൈക്കിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കോളിന്റെ നെഞ്ചിൽ ഇങ്ങനെ ഒരു ചിഹ്നം വരച്ചു. ഇങ്ങനെ വരച്ച ശേഷം ഷിപ്പും പൈക്കും ചേർന്ന് കോളിന്റെ ശരീരം വലിച്ചിഴച്ച് ഒരു കുഴിയിലേക്ക് തള്ളി. ഇതിനുശേഷം കോളിൻ ധരിച്ചിരുന്ന വസ്ത്രം, ID എല്ലാം എടുത്ത് ഒരു പെട്രോൾ പമ്പിനടുത്തുള്ള ചവിറ്റുകുട്ടയിലിട്ടു. ഇതിനുശേഷം നമ്മൾ ആമുഖത്തിൽ കണ്ടതുപോലെ പിറ്റേന്ന് രാവിലെ പാർക്കിൽ നടന്നുപോയ ഒരാൾ ഈ ഒരു രംഗം കാണുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അതേസമയം പൈക്ക് തന്റെ സുഹൃത്തുക്കളോട് താൻ ചെയ്ത കൊലപാതകത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറഞ്ഞു. അതും അവൾ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തുകൊണ്ടായിരുന്നു സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്നത്. കൂടാതെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ശോഭന കാണിക്കുന്നത് പോലെ കോളിന്റെ ചില വസ്തുക്കൾ എടുത്ത് തൂക്കി കാണിച്ചിട്ട്, നോക്ക്, ഇത് കോളിന്റെ രക്തമാണ്, ഇത് കോളിന്റെ സ്കല്ല്, ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവൾ അങ്ങനെ തലയോട്ടി എടുത്ത് കാണിച്ചു കൊടുത്തത് മാത്രമല്ല, ആ തലയോട്ടി ഉപയോഗിച്ച് അതൊരു സ്പൂണ് പോലെ ഉപയോഗിച്ച് അവൾ ഭക്ഷണം കഴിക്കാനും തുടങ്ങി. 1996 മാർച്ച് മാസം 22-ന് ഷിപ്പിന് 25 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ഒപ്പം ഷെഡോളയ്ക്ക് 6 വർഷത്തെ തടവ്, പൈക്കിന് വധശിക്ഷയും കോടതി വിധിച്ചു. ഇങ്ങനെ കോടതി ഈ വിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൈക്കിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇപ്പൊ പൈക്കിന് 47 വയസ്സാണ്. ഇപ്പോഴും അവൾ ജയിലിലാണ്. ഒരുപാട് സാമൂഹിക പ്രവർത്തകരും പൈക്കിന്റെ അഭിഭാഷകരും പൈക്കിന് സംഭവം നടക്കുമ്പോൾ 18 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ആ സമയത്ത് അവൾക്ക് മസ്തിഷ്കം പൂർണ്ണമായും വികസിച്ചിട്ടില്ല. കൂടാതെ കുട്ടിക്കാലം മുതൽ അവൾ ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു വാദിക്കാൻ തുടങ്ങി. പക്ഷെ കോടതി അതൊന്നും അംഗീകരിച്ചില്ല. എന്നാൽ അവളുടെ മാനസികാരോഗ്യം പരിശോധിച്ചപ്പോഴാണ് കോടതിക്ക് ഒരു വലിയ സത്യം, ഒരു ഞെട്ടലുണ്ടായത്. നമ്മുടെ തലച്ചോറിൽ നല്ലതേതാണ് തിന്മ ഏതാണ് എന്ന് വേർതിരിച്ചറിയുന്ന ഒരു സെൻസ് തലച്ചോറിന്റെ മുൻഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പൈക്കിന്റെ തലച്ചോറിലുള്ള ആ ഒരു ഭാഗം അവൾ ജനിക്കുമ്പോൾ തന്നെ സാരമായി നശിച്ചു എന്ന് മനസ്സിലായി. അതിന് കാരണം എന്താണെന്നറിയാമോ? പൈക്കിന്റെ അമ്മ പൈക്ക് വയറ്റിലുണ്ടായിരുന്നപ്പോൾ ധാരാളം മദ്യം കഴിച്ചതിന്റെ ഫലം 18 വർഷങ്ങൾക്ക് ശേഷം കോളിൻ എന്നൊരു പാവം പെൺകുട്ടിയുടെ ജീവനെടുത്തു. ഇത് ഒരു സാമൂഹിക വിഭ്രാന്തി എന്ന് തന്നെ പറയാം. കാരണം രക്ഷാകർതൃത്വം എന്നത് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആരംഭിക്കുന്ന ഒന്നല്ല. ആ കുഞ്ഞ് വയറിനുള്ളിൽ ആയിരിക്കുമ്പോൾ തന്നെ ആരംഭിക്കുന്നു.
ഒരു വിത്ത് പോലും മണ്ണിൽ വിതയ്ക്കുന്നത് ആ മണ്ണ് ഫലഭൂയിഷ്ടമാണോ അല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്. പക്ഷേ ചില കാരണങ്ങളാൽ അതും വളരാതെ മറ്റു ചെടികളുടെ വളർച്ചയെയും നിയന്ത്രിക്കുമ്പോൾ അത് നമ്മൾ തീർച്ചയായും വെട്ടിക്കളയണം. അങ്ങനെയുള്ളപ്പോൾ ഒരു ജീവനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരമ്മ ആ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുമ്പോൾ എത്രത്തോളം കരുതലോടെ ആയിരിക്കണം പെരുമാറേണ്ടത്. എന്നാൽ നമ്മൾ എല്ലാ കേസിലും കാണുന്നത് പോലെ പൈക്കിന്റെ പ്രവർത്തികളെ ഇതെല്ലാം കൊണ്ട് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അവൾ അവളുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കുള്ളതിൽ വളരെ ക്രൂരമായ ശിക്ഷയായ വൈദ്യുതാഘാതം നൽകി കൊല്ലുന്ന ശിക്ഷയാണ് കൊടുക്കുന്നത്. ഒരു ദിവസം അവൾ ആ വൈദ്യുത കസേരയിൽ ചെന്നിരിക്കും. അവൾ കൊള്ളിനെ എങ്ങനെ ക്രൂരമായി കൊന്നു അതുപോലെ തന്നെ അവളും മരിക്കും. നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.